ഹലോ ഗായ്സ്, വെൽക്കം ടു മുന്നാസ് വ്ലോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ധാന്യങ്ങൾ വെച്ചിട്ടൊരു ഹെൽത്തി ഫുഡാണ്. ഞങ്ങൾ ഈ മിക്സ് വാങ്ങിയത് വൈദ്യരുടെ അടുത്തു നിന്നാണ്. ഇതിൽ 16 ഐറ്റംസ് ഇൻക്ലൂഡാണ്. പിന്നെ ക്ഷീണമൊക്കെ മാറും. ചെറിയ മക്കൾക്കൊക്കെ കുറുക്കുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെയാണിത്. വലിയ ആൾക്കാർക്ക് വരെ കുടിക്കാവുന്ന വളരെ ഹെൽത്തി ഫുഡാണ്. ഇതിൽ മുത്താറി, പരിപ്പ്, ചണവിത്ത്, കടല, നവര അരി, ബദാം, പിസ്ത, ഏലക്കായ്, അണ്ടിപ്പരിപ്പ്, മുതിര, സാവൂനരി, സൂചി ഗോതമ്പ്, പിന്നെ ഇതിൽ ചെറുപയറുണ്ട്, ചോളമുണ്ട്. ഈ ധാന്യ കിറ്റിൽ 16 ധാന്യങ്ങളാണുള്ളത്. ഇനി വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ധാന്യങ്ങൾ കൂടി ചേർക്കാം. ഞങ്ങളിതിലേക്ക് കുറച്ച് എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ബദാം, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് പിസ്ത തോലൊക്കെ പോക്കി മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഏലക്കായ ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ ഈ ധാന്യങ്ങളൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ചൂടാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. അല്ലാതെ തന്നെ ഈ ധാന്യങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ റോസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ വാങ്ങിയ ധാന്യങ്ങളൊക്കെ ഒന്ന് ആ പാനിലേക്ക് ചേർക്കുകയാണ്. എല്ലാ ധാന്യങ്ങളും ഇട്ടിട്ടൊന്ന് നമ്മൾ ചൂടാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. ഇതാ ലാസ്റ്റിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഏലക്കായ്, പിന്നെ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്ന ബദാം, പിന്നെ പിസ്ത, അണ്ടിപ്പരിപ്പ്, നമ്മുടെ ധാന്യങ്ങളെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്. നമ്മൾ ഫ്ലെയിം ഓണാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു പ്രത്യേക സൗണ്ടല്ലേ വരുന്നത്. ആ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് അടിക്കാം. ധാന്യങ്ങൾ പൊടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മിക്സിയിൽ വെള്ളം ഈർപ്പം ഒന്നും ഉണ്ടാവാൻ പാടില്ല, വേഗം കേടാവും. നമ്മൾ പൊടിച്ച ധാന്യം അതിനോണ്ട് വെള്ളം ഈർപ്പമൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം. തരിതരിപ്പൊന്നുമില്ലാതെ നല്ലോണം പൊടിച്ചെടുത്ത് നല്ല പൊടി പോലെ ആക്കിയിട്ട് നമ്മൾ ഒരു തുണിയിലേക്ക്, ഈർപ്പൊന്നുമില്ലാത്ത ഭാഗത്താണ് നമ്മൾ ഒരു തുണിയിലേക്ക് ഈ തുണിയിലേക്ക് ഇങ്ങനെ തട്ടുകയാണ് പൊടിയൊക്കെ.
എല്ലാം പൊടിച്ചതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു കവർ വെക്കണം. ആ കവറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ചേർക്കുകയാണ്. എന്നൊന്നും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ആ പാത്രത്തിലേക്ക് ഈർപ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേഗം കേടാവും ഈർപ്പൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ. അത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. ഞങ്ങളെടുത്തത് മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ഡബ്ബയാണ്. എന്നിട്ട് ഞങ്ങൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. നമ്മളുണ്ടാക്കിയ മിക്സിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഹെൽത്ത് ബെനിഫിറ്റായിട്ട് യൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ കാട്ടിത്തരാൻ പോകുന്നത് നെല്ലുത്തരി ഇട്ടിട്ടുള്ളൊരു കഞ്ഞി മാതിരിയാക്കിയിട്ട് ഡ്രിങ്ക്സ് പോലെ തന്നെയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് സ്മൂത്തി ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊരു സ്പൂൺ എടുത്തിട്ട് ഒരു ജാറിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്തിട്ട് ഇത്തിരി പഞ്ചസാരയും പാലും മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് നമുക്ക് ദിവസം വേണമെങ്കിൽ രാവിലെ കുടിക്കാൻ ഭയങ്കരമായിട്ട് ബോഡിക്ക് പ്രോട്ടീനാണ്. നമ്മളെടുത്തത് ഇപ്പോൾ നെല്ലുത്തരിയാണ്. നെല്ലുത്തരി എടുത്തിട്ട് ആ അളവിനനുസരിച്ചിട്ട് കുറച്ച് നെല്ലുത്തരി എടുത്ത് അതേ സെയിം അളവിൽ നമ്മൾ ഈ പൊടിയും കൂടി എടുക്കുകയാണ്. ഈ നെല്ലുത്തരി നല്ല കഴുകിയതിന് ശേഷം ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. ആവശ്യത്തിന് അതിലേക്ക് വെള്ളമൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് വേണ്ട ആ ലെവലിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അളവിലാണുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചും കൂടി ചൂടാറുന്നതിനനുസരിച്ചിട്ട് പിന്നെ നമ്മൾ കട്ടിയാവും. അപ്പോൾ ആവശ്യത്തിന് ഇനിയും വെള്ളം ചേർക്കണം. ഇനി വേണം വെള്ളം ചേർക്കാൻ നോക്കി വെള്ളം ചേർക്കുക. പിന്നെ ഇതൊന്നും ചെറിയ മക്കൾക്കായാലും ഇന്ന പ്രായമുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും കുടിക്കാൻ ബോഡിക്ക് അത്ര ബെനിഫിറ്റാണ്. നമ്മൾ ഒന്ന് കുക്കർ കൂട്ടി വെക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വിസിൽ വന്നാൽ മതി. കട്ടി കൂടുതലാണെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുടിക്കാം. നല്ല ഡ്രിങ്കാണ്. എല്ലാ പ്രായക്കാർക്കും കുടിക്കാൻ പറ്റുന്നതാണ്. ചെറിയ മക്കൾക്കായാലും വലിയ ആൾക്കാർക്കായാലും എല്ലാവർക്കും കുടിക്കാം. പിന്നെ സ്മൂത്തീൻ്റെ വീഡിയോ അടുത്ത പ്രാവശ്യം ഉണ്ടായിരുന്നതാണ്. ഹലോ ഗൈസ്, ഇതാണ് രാവിലത്തെ കഞ്ഞി. അപ്പോൾ ഇതൊരു ഹെൽത്തി ഫുഡും കൂടിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ പറയാനൊന്നുമില്ല, സാധാ കഞ്ഞി പോലെ തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഗൈസ് ഞങ്ങളെല്ലാവരും വിചാരിച്ചു ഞാൻ എന്തായാലും മണ്ണിൻ്റെ പാത്രത്തിൽ തിന്നാണ്. എനിക്ക് മണ്ണിൻ്റെ പാത്രത്തിൽ തിന്നാനാണ് ഇഷ്ടം. ഈ ഒരു പാത്രം ഞാൻ 2 കൊല്ലം ഉപയോഗിക്കും. ചോറാണെങ്കിൽ ഇതെനിക്ക് ഇഷ്ടം, ഇതെന്ന് തന്നെ തിന്നാനാണ്.